നമസ്കാരം. കേരളം രാഷ്ട്രീയ അതിപ്രസരമുള്ള ഒരു സ്ഥലമാണ് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാലും ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല എന്നായിരുന്നു നമ്മൾ ഇത്ര കാലവും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റുകളിൽ തന്നെ ഈ ഭ്രാന്തൻ കമ്മികളെന്നോ അല്ലെങ്കിൽ അടിമ കമ്മികളെന്നോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ചില കൂട്ടർ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് കേരളത്തിന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, മലയാളിക്ക് പൊതുവെ വലിയ ഒരു നഷ്ടമായിരുന്നു. നടനും സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമൊക്കെയായ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീനിവാസൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരുന്നു. അപ്പോൾ ശ്രീനിവാസനെ കാണാൻ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിലേക്ക് നിരവധി പ്രമുഖർ വന്നിരുന്നു. ആ കൂട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിനെ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ നമുക്കറിയാം, അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ വന്നിരുന്നു. ധ്യാനെ സംബന്ധിച്ചിടത്തോളം അവൻ പല വേദികളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഹീറോ അദ്ദേഹത്തിൻ്റെ പിതാവാണെന്ന്. പിതാവിനെ നിശിതമായിട്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് പിതാവ് നൽകിയിരുന്നു. അദ്ദേഹം അത് പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ചില കാര്യങ്ങളിൽ അച്ഛനെ എതിർത്ത് സംസാരിക്കേണ്ട വരുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെന്നും അച്ഛൻ തന്നെ വീട്ടിൽ നിന്ന് പലപ്പോഴും പുറത്താക്കിയിട്ടുണ്ടെന്നും എന്ന് വരെ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞിരുന്ന ഒരു മകനായിരുന്നു. പക്ഷേ ഇതൊക്കെയായിരുന്നു എങ്കിലും അദ്ദേഹത്തിനോട് ആരാണ് ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിതാവാണ് ഹീറോ എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വിയോഗം, അതിനൊപ്പം അയാളുടെ പിറന്നാൾ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ ആകെ തകർന്നിരിക്കുകയാണ് ആ ധ്യാൻ എന്ന യുവാവ്. അയാളുടെ ശരീരഭാഷ കണ്ടാൽ, അയാളുടെ മാതാവിൻ്റെ അരികിൽ നിൽക്കുന്ന ആ കാഴ്ച കണ്ടാൽ ഏതൊരു വ്യക്തിയുടെയും ഹൃദയം ഒന്ന് കലങ്ങും. അത്രയും സങ്കടകരമായിരുന്നു ആ അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് പിണറായി വിജയൻ ശ്രീനിവാസനെ കാണാൻ വേണ്ടി വരുന്നത്, അവസാനമായിട്ട് കാണാൻ വരുന്നത്. അവിടെ വരുന്നു. സാധാരണ എല്ലായിടത്തും നമ്മൾ കാണുന്ന പോലെ തന്നെ മൃതദേഹത്തെ അദ്ദേഹം വന്ദിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അവിടെ വന്ന് കണ്ടു, എന്നിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ചില അടിമ കമ്മികൾ അഥവാ പ്രാന്തൻ കമ്മികൾ, മുഖ്യമന്ത്രി അവിടെ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഏതാണ്ട് 80 വയസ്സിന് മുകളിലോളം ഉണ്ട്, പ്രായമായ മനുഷ്യനല്ലേ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ. ആ മനുഷ്യൻ വന്നപ്പോൾ എന്തുകൊണ്ട് ധ്യാൻ ഇത് കണ്ടിട്ടും മുഖ്യമന്ത്രിയെ കണ്ടിട്ടും എണീറ്റ് നിന്നില്ല, ബഹുമാനിച്ചില്ല? ഇതാണ് അവരുടെ പ്രശ്നം. ഇവനൊക്കെ തലയ്ക്ക് ഓളമാണ് എന്നേ പറയാനുള്ളൂ. ഔചിത്യബോധം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല എന്ന് തോന്നുന്നു. ധ്യാനെ സംബന്ധിച്ചിടത്തോളം ധ്യാൻ്റെ ഹീറോ അവിടെ പിതാവാണ്. ആ പിതാവാണ് ധ്യാനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചങ്ക് തകർന്നിരിക്കുന്ന അയാളുടെ മുന്നിലേക്ക് മുഖ്യമന്ത്രിയല്ല, ഇനി പ്രധാനമന്ത്രിയല്ല, ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാൽ പോലും അദ്ദേഹം അത് ഗൗനിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് തലയിലൂടെ പോവില്ല. ആ കാര്യം ഉറപ്പാണ്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ ആ വികാരം എന്താണ് എന്ന് മനസ്സിലാവും. ഇതുപോലുള്ള പ്രാന്തൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവണമെന്നില്ല. സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നവരാണല്ലോ നിങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വന്നപ്പോൾ അയാളുടെ പ്രായത്തിനെങ്കിലും മാനിച്ചുകൊണ്ട് ധ്യാനൊന്ന് എണീറ്റുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഈ വൃത്തികെട്ട രീതിയിൽ ഈ സൈബർ അറ്റാക്ക് ഈ മനുഷ്യനെതിരെ നടത്തുന്നത്? അയാളുടെ പ്രിയപ്പെട്ട പിതാവ് അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ ചങ്ക് തകർന്നിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വന്നപ്പോൾ എണീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനെ കുറ്റപ്പെടുത്തുന്ന, ധ്യാനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന വൃത്തികെട്ട നെറികെട്ട കമ്മ്യൂണിസ്റ്റ് അണികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ഒന്നോ രണ്ടോ അപൂർവമായിട്ട് വല്ല കമൻറ്റുകളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. എല്ലാ കൂട്ടത്തിലും കുറച്ച് ഭ്രാന്തന്മാർ കാണുമല്ലോ, അതിലെ കുറച്ച് പേരാണെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരുന്ന മനോരമ പോലൊരു മാധ്യമത്തിൽ വന്ന വാർത്തയ്ക്ക് താഴെയാണ് കേട്ടോ ഇത് ഇത്രയും കമൻറ്റുകൾ വന്ന് കിടക്കുന്നത്. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകളാണ്. ഇവൻ്റെയൊക്കെ വിചാരം എന്നാണ്, ഇനി മരിച്ചു കിടക്കുന്ന ശ്രീനിവാസനും എണീറ്റ് നിന്ന് വണങ്ങിയില്ല എന്ന് പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാക്കുക ഇവർ. ഇവിടെ ധ്യാൻ അവർക്ക് പറയാൻ ധ്യാൻ എന്ന് പറഞ്ഞ ഒരാളെ കിട്ടി, ഇനി ധ്യാൻ എണീറ്റു എന്ന് തന്നെ വെക്കുക. അപ്പോൾ ഇനി അടുത്ത പരാതി മരിച്ചു കിടക്കുന്ന ശ്രീനിവാസൻ എണീറ്റ് ബഹുമാനിച്ചില്ല എന്നായിരിക്കുമോ? സത്യത്തിൽ നിങ്ങൾക്കൊക്കെ എന്ത് പ്രബുദ്ധതയാണുള്ളത്? നിങ്ങൾക്കൊക്കെ എന്ത് സാക്ഷരതയാണുള്ളത്? ഒരു മനുഷ്യൻ അയാളുടെ പിതാവിനെ നഷ്ടപ്പെട്ട് തകർന്നിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവം തമ്പുരാൻ തന്നെ വന്നാലും ഒരുപക്ഷെ അതൊന്നും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ കാണുന്ന പോലെ ആദരിക്കാനോ ബഹുമാനിക്കാനോ തോന്നില്ല. എണീക്കാൻ പോലും ഒരുപക്ഷെ തോന്നില്ല, തകർന്നിരിക്കുകയായിരിക്കും. ആ മനുഷ്യനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവനല്ലെങ്കിൽ വിവരമില്ല, അവൻ നേരത്തെ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് എണീക്കാത്തത്, മുഖ്യമന്ത്രിയുടെ പ്രായമെങ്കിലും നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളെയും നിങ്ങളുടെ പാർട്ടികളെയാണ് ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. നിൻ്റെയൊക്കെ മനുഷ്യത്വം എന്നതും നിൻ്റെയൊക്കെ സാമാന്യ ബോധം എന്നതും ഇത്രത്തോളം ആണ് എന്ന്, അല്ലെങ്കിൽ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് ഇവിടുത്തെ ബാക്കിയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നെങ്കിലും നീയൊക്കെ ഓർത്താൽ നന്നായിരിക്കും.